വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന LDF സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനമായ പ്രചരണം നടത്തുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബാലിശമായ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ്. ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് ആരാന്നൊക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ വന്ന് തടഞ്ഞ് അവർ വേറൊന്നല്ല എങ്ങനെയെല്ലാം നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ്. അന്നത്തെ പ്രൊജക്റ്റ് ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ മണ്ണിട്ട് ഉയർത്തുക, മൺകോട്ട് ഗ്രൗണ്ട് എന്നതാണ് കായിക വകുപ്പിൻ്റെ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സൈഡിൽ ഡ്രെയിനേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ കാലത്ത് നടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഒരു വെള്ളം ഗ്രൗണ്ടിൽ കെട്ടി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ആർക്കെന്താ ഇത്ര വെപ്രാളം? ഒരാളുടെ വീട്ടിലേക്കും വെള്ളം കയറില്ല. ഒരു റോഡും തടസ്സപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു റോഡും തടസ്സപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ റോഡ് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടിയാണ് റോഡ്. ആ റോഡ് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബോയ്സ് സ്കൂളിൽ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായ AD അജി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് AK സതീഷ് കുമാർ കായിക വകുപ്പ് മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു പ്രൊജക്റ്റ് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതി. അതിനു മുന്നോടിയായി അതിൻ്റെ ഒരു യോഗം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ചേരുകയുണ്ടായി. ഞാനടക്കം പങ്കെടുത്ത ഒരു യോഗമായിരുന്നു അത്. ഊത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ തുളസി കണ്ണൻ, DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ MJ ബിനോയ്, മാധ്യമപ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത്, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ PTA പ്രസിഡന്റ് സജിനി ജിപ്സൺ, ഗോഗോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ VC വിനോദ്, KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മോഹൻദാസ്, നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി, ബോയ്സ് സ്കൂൾ SMC ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ്, സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR അനന്തു തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.